ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ചാമ്പയ്ക്ക് ഉപ്പിലിട്ട്. അതിനൊരു കഥയുണ്ട്. ഇവിടെ ഞങ്ങൾക്കൊരു മുടക്കുള്ള ദിവസമായിരുന്നു. ഞങ്ങൾ അന്ന് കാലത്ത് തന്നെ ചിൽക്കൂർ ബാലാജി ടെമ്പിളിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ അമ്പലം എത്തണേക്കാൾ മുമ്പ് കുറേയധികം കടകളുണ്ടായിരുന്നു. ആ കടയിൽ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ കുറച്ച് അരിനെല്ലിക്ക, ചാമ്പയ്ക്ക, സ്റ്റാർ ഫ്രൂട്ടൊക്കെ ഇരിക്കണം. അങ്ങനെ ഞാൻ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയതിന് ശേഷം ഈ കടകളിൽ വന്നിട്ട് കുറച്ച് ചാമ്പയ്ക്കും അരിനെല്ലിക്കയും സ്റ്റാർ ഫ്രൂട്ടൊക്കെ വാങ്ങിച്ചു. ഈ ചാമ്പയ്ക്കൊക്കെ കാണുമ്പോൾ നമുക്കൊരു നൊസ്റ്റാണല്ലേ, നമ്മളുടെ നാട്ടിലും വീട്ടിലൊക്കെ കിട്ടിയിരുന്നത്. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് ഈ ഫ്രൂട്ട്സൊക്കെ കണ്ടത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ കോമൺ ആണ്, ഇവിടെ അങ്ങനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ ചാമ്പയ്ക്ക വാങ്ങിച്ച് വീട്ടിലെത്തിയിട്ട് അപ്പോൾ തന്നെ 2-3 എടുത്ത് കഴിച്ചു. നല്ല മധുരമായിരുന്നു, അതുപോലെ തന്നെ നല്ല സൈസ് കൊണ്ടും നമ്മുടെ നാട്ടിലേക്കാളും വലുതായിരുന്നു. അങ്ങനെ എങ്ങനെയാണ് ഈ ചാമ്പയ്ക്ക് ഉപ്പിലിട്ടതെന്ന് പറഞ്ഞു തരാം. ആദ്യം തന്നെ ചാമ്പയ്ക്ക് നന്നായി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കി. അതുപോലെ തന്നെ ഒരു വലിയ ജാറെടുത്തു. എൻ്റെ കയ്യിലിവിടെ ഭരണി ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ഈ ഗ്ലാസ് ജാറാണ് എടുത്തത്. ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ടു, പിന്നെ മുളക്, കാന്താരി മുളകാണെങ്കിൽ ഒന്നും കൂടെ നന്നായിരുന്നു. പിന്നെ ഈ ചാമ്പയ്ക്ക ഇട്ടു. അതിനുശേഷം വീണ്ടും ഉപ്പും പച്ചമുളകും വിനാഗിരിയും പിന്നെ ചൂടാറി വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ചു. ഇനി നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാമ്പയ്ക്ക എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം.